ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, ജയസൂര്യ ഇവരിൽ നിന്നൊക്കെയാണ്. നടന്മാരായ മുകേഷ്, മണിയൻപിള്ള രാജു, ജയസൂര്യ, ഇടവേള ബാബു, കോൺഗ്രസ് നേതാവും നിർമ്മാതാവുമായ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ, സിനിമാ അണിയറ പ്രവർത്തകരായ നോബിൾ വിച്ചു എന്നിവർക്കെതിരെയാണ് ചലച്ചിത്ര നടിയുടെ പരാതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം പരാതി ലഭിച്ചയുടനെ നടിയെ ബന്ധപ്പെടുകയും ചെയ്തു. പരാതിയിലെ ഗൗരവം കണക്കാക്കി മൊഴിയെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരായ DIG S അജിത ബീഗവും AIG G പൂങ്കുഴലിയും നടിയുടെ ആലുവയിലെ ഫ്ളാറ്റിൽ നേരിട്ടെത്തി. എല്ലാ പരാതികളിലും വിശദമായ അന്വേഷണം നടത്തുമെന്ന് DIG വ്യക്തമാക്കി. അല്ല, അന്വേഷണം നടത്തുന്നുണ്ടല്ലേ. നമ്മുടെ SIT ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ SIT എല്ലാ അന്വേഷണവും തീർച്ചയായിട്ടും കറക്റ്റ് രീതിയിൽ ചെയ്യും. ഇപ്പോൾ നമ്മുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ അതൊന്നും പറയാൻ പറ്റത്തില്ല. കിട്ടിയിട്ടുള്ള കംപ്ലയിൻസിലെല്ലാം നല്ല രീതിയിൽ ഒരു അന്വേഷണം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. നടി ഉന്നയിച്ച ആരോപണങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ളതും ഗൗരവമേറിയതും ആയതിനാൽ സാഹചര്യ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ട ദൗത്യമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. ഉന്നയിച്ച ആരോപണങ്ങളിൽ നടിയുടെ പക്കലുള്ള തെളിവുകൾ നിർണായകമാകും. നിലവിൽ 18 പരാതികളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയിട്ടുള്ളത്. അതിൽ 7 പരാതികൾ നൽകിയതാകട്ടെ ഇതേ നടിയും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായില്ലെങ്കിലും വെളിച്ചം കണ്ടതോടെയാണ് മലയാള സിനിമയിലെ പല നടിമാരും നിർഭയത്തോടുകൂടി പരാതികൾ ഉന്നയിക്കാൻ തുടങ്ങിയത്. ഇതോടെ പലരുടെയും പൊയ്മുഖങ്ങളാണ് പുറത്തു വരുന്നത്. അനീഷ് തോട്ടക്കാടിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.